കൂപ്പിട്ടാണല്ലോ അല്ലെ? കൂപ്പൺസ് ഇട്ടിട്ടുണ്ടായിരുന്നോ എല്ലാവരും? ഓക്കെ, ഈ സൈഡിലുള്ള ആൾക്കാര് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കൂപ്പൺ ഇട്ടാണെന്ന് തോന്നുന്നു. അപ്പോ ഇനി നമ്മള് ആ നറുക്കെടുപ്പിലേക്ക് അങ്ങ് പോവുകയാണ്. ഹനൂസിന്റെ കയ്യിൽ നിന്നും ഈ സ്നേഹ സമ്മാനം LED TV സ്വന്തമാക്കാനായിട്ടുള്ള ഭാഗ്യം കൈവരുന്ന ആ ഭാഗ്യശാലി ആരാണെന്ന് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം അറിയും. ഹണി തന്നെയാണ് അതും എടുക്കാനായിട്ട് പോകുന്നത്. യെസ്, യെസ്. സോ മറ്റൊരു കാര്യം, നമ്മൾ ഇവിടെയുള്ള ആൾക്ക് മാത്രമാണല്ലോ ഇത് കൊടുക്കുന്നത് അല്ലെ? അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സോ അത് കൊച്ചു ഗോവിന്ദൻ ഇവിടെ ഉണ്ടോ? കൺഗ്രാറ്റുലേഷൻസ്. അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ അവസാനിക്കുന്ന 4 ഡിജിറ്റ് മാത്രം ഞാൻ പറയാം. 5758. എന്റെ കൊച്ചു ഗോവിന്ദൻ ചേട്ടാ കടന്നു വരൂ. ഓൾറൈറ്റ്, നമ്മളുടെ ഗോവിന്ദൻ ചേട്ടനാണ്. കൊച്ചു ഗോവിന്ദൻ ചേട്ടനിലേക്കാണ് ആ സ്നേഹ സമ്മാനം പോകുന്നത്. യെസ്, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ. ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുകയാണ്. സാറിന്റെ ഫ്രണ്ടാണോ ഇത്? അച്ഛനാ? പൊന്നോ, എന്റെ ഭാഗത്താണ്. ഇത്രയും സുന്ദരനായ അച്ഛനെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ ഫ്രണ്ടാണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അച്ഛന്റെ പേരെന്താണ്? മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട്. അടിച്ചു ചേട്ടാ, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ അച്ഛനും മോനും ഇവിടെ സമ്മാനം വാങ്ങാൻ എത്തിയിരിക്കുകയാണ്. വലിയ സന്തോഷം. അപ്പൊ പ്രിയപ്പെട്ട ഹണിയുടെ കയ്യിൽ നിന്നും കലക്കൻ LED TV ആണ്. വീട്ടിൽ TV ഉണ്ടോ? LED TV ഇല്ലാത്ത വീട്ടിലേക്കാണ് LED TV പോകുന്നത് കേട്ടോ. ആ ഒരു വലിയ സന്തോഷം കൂടിയുണ്ട് ഈ വേദിയിൽ വെച്ചോണ്ട്. ചേട്ടന്റെ വീട്ടിൽ LED TV അല്ല ഉള്ളത്? LED TV ആണോ ഉള്ളത്? മലയാള സിനിമയിൽ വരാത്ത അത്രയും ഒരു ഉഗ്രൻ കീടലെ തകരം ഗെറ്റപ്പിൽ വരാൻ പോണ്ട റേച്ചലിലൂടെ കാണാൻ നമ്മളിങ്ങനെ. ഒത്തിരി സന്തോഷം. ഞാൻ മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു 2015 ശേഷമാണെന്ന് തോന്നുന്നു, അല്ല 2012 ശേഷമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒത്തിരി വർഷത്തെ ഒരു സ്നേഹബന്ധം മൈജി ഗ്രൂപ്പുമായിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു മൈജി ഫ്യൂച്ചറിൻ്റെ ഏത് ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്താലും ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഷോറൂം തന്നെയാണ്. പക്ഷെ ഞാൻ ചെയ്തതിൽ ഏറ്റവും വലുതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എല്ലാവിധ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഇവിടെ അവൈലബിൾ ആണ്. അവിടെ ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും 40%, 45%, 50% ഒക്കെ ഡിസ്കൗണ്ട് ആണ് ഇട്ടേക്കുന്നത് ഓരോ പ്രൊഡക്ട്സിനും. ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ച് ഭീകര ഡിസ്കൗണ്ട്സിലാണ് കൊടുക്കുന്നത്. നല്ല ഓഫേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ഇനോഗ്രേഷനാണ്. അപ്പോൾ ഈ ദിവസങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ, എനിക്കൊന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. എന്തെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം ധൈര്യമായിട്ട് കയറി വാങ്ങിച്ചോളാം. പിന്നെ മൈജി കെയർ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെയുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ അതെന്തായാലും എന്ത് എക്യുപ്മെൻ്റ് ആയാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ റിപ്പയറോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കാം. ഒരു രീതിയിലും നമ്മുടെ ഡേറ്റ സീസണിലുള്ള നിറയെ സിനിമകളും ഒക്കെ കാണാൻ അവർക്ക് ആ ടി വിയിലൂടെ കഴിയട്ടെ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. പിന്നെ റേച്ചൽ ഫെബ്രുവരി 21 വരുന്നത്. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് സിനിമ. ഒരു കാര്യമായിട്ടാണ് വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി എന്താ പറയുക, തയ്യാറെടുപ്പുകളൊക്കെ എടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. അത് നന്നായി വന്നിട്ടുണ്ട്. ചെയ്യുന്നെങ്കിൽ പടം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പോയി കാണണം. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. എന്തായി ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിളിച്ചോ? ന്യൂ ഇയർ വരാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും അടിപൊളി ഒരു വർഷമാവട്ടെ. ഐശ്വര്യവും സന്തോഷവും ഗുഡ് ഹെൽത്തും ഒക്കെ നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ ഹണിയോടുള്ള എല്ലാവിധ സ്നേഹവും നന്ദിയും ഒക്കെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കൊരു വീഡിയോ എടുത്താലോ? വീഡിയോ, സെൽഫി, ഫോട്ടോ എല്ലാവരും നോക്കിക്കോ. നിങ്ങളുടെ കൂടെ ഉള്ളത് ഹണിയാണ്. Thank you so much for the love.